ഹായ് ഹലോ. ഇന്നൊരു സേമിയ വെച്ചിട്ടുള്ള പുഡിങ്ങാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങളിത് വീണ്ടും ഉണ്ടാക്കും. അതിനൊരു സംശയമില്ല കേട്ടോ. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കനം കുറഞ്ഞ സേമിയാണ്. അത് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ടൊരു പാൻ എടുത്തിട്ട് വെച്ച് അതിലേക്ക് നെയ്യോ ബട്ടറോ ആഡ് ചെയ്യുക. നമ്മൾ പൊടിച്ച് വെച്ച സേമിയം അതിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. ആ വറുത്തെടുക്കുമ്പോൾ തന്നെ അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് പഞ്ചസാര മതി. അതുപോലെ തന്നെ പാൽപ്പൊടി ഒരു 4 ടീസ്പൂണ് പാൽപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം വേണ്ടത്. ഓൾറെഡി ഇത് നല്ല വറുത്ത് വന്ന സേമിയ തന്നെയാണ്, അതുകൊണ്ട് നല്ല വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ആ പാൽപ്പൊടി നമ്മൾ ആഡ് ചെയ്ത പഞ്ചസാരയും കൂടെ ഇതിലൊന്ന് മിക്സായി വരണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഈ സമയം തന്നെ നമ്മുടെ കയ്യിൽ ഏലക്കപ്പൊടി പൊടിച്ചതുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കുന്നുണ്ടെങ്കിൽ ഫ്ലേവർ കിട്ടും കേട്ടോ. ഞാൻ ഏലക്കപ്പൊടി ആഡ് ചെയ്തിട്ടില്ല, പാൽപ്പൊടിയും പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കയ്യിലെടുത്ത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് കേട്ടോ, വെറുതെ കഴിക്കാൻ തന്നെ. ഇത് നമ്മളിങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ക്രീം ഉണ്ടാക്കാനുള്ള മിക്സാണ് റെഡിയാക്കാനുള്ളത്. ആദ്യമായിട്ട് ഒരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് ഒരു 2 സ്പൂൺ കോൺഫ്ലവറും 1 സ്പൂണ് കസ്റ്റാർഡ് പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് പാലും കൂടി ഒഴിച്ചെടുത്തിട്ട് മിക്സാക്കി വെക്കുക. അത് മിക്സ് ആവാനുള്ള പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. നോർമൽ പാലിന് എണ്ണ തിളപ്പിച്ചിട്ടൊന്നുമില്ല. പാലൊന്ന് മിക്സാക്കിയിട്ട് സൈഡിലേക്ക് പിന്നെ പാനിലേക്ക് നമ്മൾ ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ലിറ്റർ പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ ചേർത്ത് കൊടുക്കുക. അത് നിർബന്ധമല്ല, നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്തെടുത്താൽ മതി. ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് ചേർത്ത് കൊടുത്തു. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ മതി. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച കോൺഫ്ലവറിൻ്റെ ആ മിക്സും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അത് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ തീ ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടടിച്ചിട്ട് അടി പിടിച്ചിട്ട് ഈ തിക്നെസ് ആകുമ്പോൾ നമുക്കൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച വറുത്ത് വെച്ച സേമിയ നമുക്കൊരു പാത്രത്തിലിട്ട് ഒന്ന് സെറ്റാക്കി വെക്കുക. കൈ കൊണ്ട് വെറുതെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച ഈ ക്രീമിൻ്റെ മിക്സും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് മേലേക്ക് വീണ്ടും നമ്മൾ സേമിയത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലേക്ക് വീണ്ടും ക്രീം ഒഴിച്ച് കൊടുക്കുക. നമ്മളുടെ പാത്രത്തിൻ്റെ അളവിനനുസരിച്ചാവും നമുക്ക് ലെയർ കിട്ടുക കേട്ടോ. ഞാനിപ്പോൾ ഒരു ചെറിയ ബോൾ എടുത്തുകൊണ്ട് എനിക്ക് 2 ലെയറിനുള്ള കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സേമിയം വീണ്ടും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ സേമിയത്തിലേക്ക് നമുക്ക് കശുവണ്ടിയും ബദാമൊക്കെ വേണമെങ്കിൽ വറുത്ത് വെച്ചത് ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ബദാം മാത്രം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നെയ്യിൽ വറുത്തിട്ട് കൊടുത്തൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് ചിരകിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ തേങ്ങയും കൂടെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ കഴിക്കുമ്പോൾ ബദാമും തേങ്ങയും കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസറിലാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. അതല്ല താഴെ വെക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സമയം വെച്ച് അതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ടയാവുന്ന രൂപത്തിൽ ആവുമ്പോൾ നമുക്ക് പുറത്തെടുത്തിട്ട് കഴിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക.